അവർ TV 24/7 വാർത്താ വാരാന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് സ്ട്രോങ് ഹയറിംഗ് ഇൻ സൗദി ടെക് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒരുപാട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ന്യൂ കമേഴ്സ് ഹു ആർ ലുക്കിംഗ് ഫോർ ദ ജോബ് ഇൻ സൗദി അറേബ്യ. ഒരു സ്ട്രോങ് ഹയറിംഗ് സ്ട്രാറ്റജി സൗദി അറേബ്യയിൽ വരുന്നുണ്ട്. പക്ഷെ അവർ വളരെ വ്യക്തമായി പറയുന്നൊരു സെക്ടർ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ ജോബ് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജിക് ഇത് വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ ഈസ് റാപ്പിഡ്ലി ഗ്രോയിങ് ബിസിനസ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും മറ്റ് ഹെൽത്ത് കെയർ സെക്ടറിലും ടെക്നോളജിയിലും ഒക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ടാലൻസിന് കിട്ടേണ്ട എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യക്കാർ ഈ ടെക്നോളജിയിലും അതുപോലെ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഇന്ത്യൻസിനായതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അശ്രദ്ധമായിട്ടാണ് സൗദി അറേബ്യ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ആളുകൾ നോക്കാറില്ല. പക്ഷേ സൗദി ഈസ് ടേണിംഗ് ഇൻ ടു എ ബിസിനസ് ഹബ്ബാണ്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു ജൈത്രയാത്രയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസുകളും ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഒക്കെ നോക്കുന്നവർക്ക് സൗദി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഹയറിംഗ് ജോബ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ട്രാഫിക് കൺജക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ദുബായിലും ഷാർജയിലും ജോലി ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ട്രാഫിക് കൺജക്ഷനാണ്. പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിൽ ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാഫിക് പലപ്പോഴും നമ്മളെ ഒരുപാട് ഇൻകൺവീനിയൻസ് ആക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോകാറുണ്ട്. സത്യത്തിൽ വി ഷുഡ് അപ്രീഷിയേറ്റ് ടു ദ ദുബായ് ഗവൺമെൻറ് ഫോർ ടേക്കിംഗ് ദ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഹൗ ടു റെഡ്യൂസ് ട്രാഫിക് കൺജക്ഷൻ ഇൻ ദുബായ് എന്നുള്ളതാണ്. അപ്പോൾ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഹാസ് റോൾഡ് ഔട്ട് എ സ്മാർട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടു റെഡ്യൂസ് ട്രാഫിക് കൺജക്ഷൻ ആൻഡ് ഡിലേസ് ഇൻ ദുബായ്. എനിവേ വി വിഷ് ഓൾ ദ സക്സസ്. ഒരു നല്ലൊരു സക്സസ് ആയി തീരട്ടെ എന്ന് നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ എല്ലാ വാർത്തയിലും വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എയർ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സ്കാമിനെ കുറിച്ചാണ്. സ്കാം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് തലങ്ങളിൽ ഇന്ന് സ്കാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ട്രേഡിങ്ങിലാണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസുകളിലാണ്. അപ്പം നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ATM ട്രാൻസാക്ഷനും ഒക്കെ തന്നെ ഹാക്കിങ് നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സ്മഗിൾ ചെയ്യാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. സോ അവരുപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഒരു വലിയ സ്കാമിൽ നമ്മൾ പെടുകയും അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയും മറ്റു അനുബന്ധമായ പ്രശ്നങ്ങളും ഇന്ന് ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹൗ ടു റിഡ്യൂസ് എന്ന ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി TDRA ഹാസ് ലോഞ്ച്ഡ് ദ ഡിജിറ്റൽ ഫ്രോഡ് ഹണ്ടർ ഇനിഷ്യേറ്റീവ്സ്. അതായത് ഫ്രോഡായിട്ട് വരുന്ന മെസ്സേജുകൾ ഇൻ സിമ്പിൾ ഫാസ്റ്റ് ആൻഡ് സെക്യൂർ മാനറിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം TDRA അതോറിറ്റി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു നിരാശാജനകമായ ഒരു വാർത്ത എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബാഡ് ന്യൂസാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. നമ്മുടെ UAE നിന്ന് പോയൊരു ബിസിനസ്മാനെ കേരളത്തിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് റാൻസം മണി ആവശ്യപ്പെട്ട ഒരു വാർത്ത ഇന്ന് ഇന്റർനാഷണലി അത് റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ ഒരു വേൾഡ് അറ്റൻഷൻ എടുക്കുമ്പോൾ നമുക്കുണ്ടാവാവുന്ന ഡാമേജസുകൾ വളരെ വലുതാണ്. പ്രത്യേകിച്ചും കേരള എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു റെപ്യൂട്ടഡ് സ്റ്റേറ്റാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, സിമ്പിൾ ആൻഡ് വളരെ മാനറിസം ഒരുപാടൊക്കെ ഉള്ള ഒരു ഇന്റർനാഷണൽ ക്രൈം റേഷ്യോ ഒക്കെ എടുക്കുമ്പോൾ കേരളം ഈസ് വെരി ലോ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നൗ ദ ക്രൈംസ് ചേഞ്ചിങ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ്, ഗോയിങ് ഇൻ ടു ലൈക്ക് എ മാഫിയ ഓപ്പറേഷൻ എന്നതുപോലെയൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് ക്രൈം ഒന്ന് ടേൺ അപ്പ് ആയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു ക്രൈം ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഉണ്ടാവുന്നു എന്നുള്ള ഒരു റൂട്ട് കോസ് അനാലിസിസ് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് ഗവൺമെൻറ്റിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം തന്നെ അല്പം സേഫ്റ്റി ആൻഡ് സെക്യൂർ എല്ലാ ഭാഗത്തു നിന്നും അത് ബിസിനസ്സുകാരായി മാത്രമല്ല നമ്മുടെ കുട്ടികളോ നമ്മുടെ പ്രവാസികളോ ആളുകളോ ഒക്കെ നാട്ടിൽ പോയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ അസറ്റുകളൊക്കെ അവിടെ സ്വരൂപിക്കുമ്പോഴും സെക്യൂർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൺട്രോൾ മെഷേഴ്സുകളും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്ത എന്നത് വരാൻ പോകുന്ന 10 ദിവസങ്ങൾ UAEയുടെ ടെമ്പറേച്ചറിൽ വലിയൊരു ഡീവിയേഷൻ വരാൻ സാധ്യതയുള്ളതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡ് സ്റ്റോമും ഒക്കെ വരാനുള്ള സാധ്യത തന്നെ വെതർ ഫോർകാസ്റ്റ് അതോറിറ്റീസ്
മുൻകൂട്ടി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വെളിയിൽ പോകുമ്പോഴൊക്കെ തന്നെ സേഫ്റ്റി സെക്യൂറും ആവാൻ പ്രത്യേകം പ്രിക്കോഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഒരു സെപ്റ്റംബറോട് കൂടി നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ഒരു കൂളിംഗ് സ്റ്റേജിലേക്ക് വീണ്ടും നമ്മുടെ സെപ്റ്റംബറിലേക്ക് പോവുകയും പിന്നെ വരാൻ പോകുന്ന മാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം UAE ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദ വേൾഡ് ഇൻ നിയർ ഫ്യൂച്ചർ. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മെഗാ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി എന്ന ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് റിവ്യൂ നടത്തി മുന്നേറുകയാണ്. അതിലെല്ലാത്തിലുപരി നമ്മുടെ ശോഭൻ എന്ന നമ്മുടെ മലയാളിക്ക് സ്വന്തം അവകാശപ്പെടാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത നടനായി മാറി എന്നുള്ളതാണ്. പൂജ ഹെഗ്ഡെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് ആൻഡ് ഡാൻസർ ഇൻ ഫിലിം ഇൻഡസ്ട്രിയാണ്. പക്ഷേ പൂജ ഹെഗ്ഡെ പോലും പിന്നിലാഴ്ത്തിക്കൊണ്ടാണ് ശോഭൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ്. നമുക്കറിയാം മോണിക്ക എന്ന സോങ്. ഈ ചിത്രം എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ട്രീറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വാർത്താ വാരാന്ത്യ വിശേഷവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.